കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. ഇതിനി കാലാകാലങ്ങൾ ഓർക്കുന്നൊരു ചരിത്രമായി ഈ ദിവസം ഇന്ന് ഓർക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്, വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. കാരണം രാഷ്ട്രീയ നിരീക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. കാരണം കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞ ജയിലിനുള്ളിൽ വെച്ച് ചെയ്യുകയാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ BJP കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ പുനഃസത്യപ്രതിജ്ഞ എന്ന് പറയേണ്ടി വരും. കാരണം ഹൈക്കോടതി അള്ളാഹു സാധു അയ്യപ്പനെ സാധു എന്നൊരു വിധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനി ഏതാണ്ട് 10 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആർ സുഗതൻ്റെ പുനർസത്യപ്രതിജ്ഞ ഇന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കുകയാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന സംഭവമാണ്. ഈ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. കാരണം തത്വമയി ന്യൂസ് വളരെ വിശദമായി തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പശ്ചാത്തലം പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇടതുപക്ഷവും കോൺഗ്രസും UDFും LDFും ഏതാണ്ട് ഒരേ പാർട്ടി പോലെ അല്ലെങ്കിൽ ഒരേ സഖ്യകക്ഷിയിലുള്ള പാർട്ടികളെ പോലെയാണ് ഈ വിഷയത്തിൽ BJPക്ക് നേരെ പെരുമാറുന്നത്. രാഷ്ട്രീയപരമായിട്ട് തീർച്ചയായിട്ടും BJP അവരുടെ രാഷ്ട്രീയ എതിരാളി തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം BJP പിടിക്കുക എന്നുള്ളത് ഇരു കക്ഷികളെയും സംബന്ധിച്ച്, ഇരു മുന്നണികളെയും സംബന്ധിച്ച് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അതിൽ നേരായിട്ടുള്ള മാർഗങ്ങളിലൂടെ BJP വീഴ്ത്തുവാൻ തൽക്കാലം സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാർ കാപ്പ ചുമത്തുന്നു, LDFുകാർ പ്രശ്നമുണ്ടാക്കുന്നു. ശബരിനാഥൻ ആന്തൂറിയം അടുക്കളയിലേക്ക് കൊടുക്കുന്നു, ദീപക് അവലോസുണ്ട മഴയത്തേക്ക് കൊടുക്കുന്നു. ആ രീതിയിലുള്ള ചില നീക്കുപോക്കുകൾ അവർ തമ്മിൽ ചർച്ച ചെയ്യുകയും അതേ തുടർന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു ശൃംഖല തന്നെ തുടങ്ങപ്പെടുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആർ സുഗതൻ ഇപ്പോൾ അഴിക്കുള്ളിൽ കഴിയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഈ കാപ്പ ചുമത്തുവാനുള്ള കേസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അത് ഒട്ടും വിഷയമുള്ളൊരു കേസേ അല്ല. അമ്പലത്തിൽ ആവശ്യമില്ലാതെ ഉത്സവം കലക്കുവാൻ വേണ്ടി പ്രശ്നമുണ്ടാക്കിയ ചില കമ്മ്യൂണിസ്റ്റുകാരുടെ താടിയുടെ ബോൾട്ട് ഇടിച്ചിളക്കി, അതാണ് പ്രശ്നം. അതിൻ്റെ പേരിലാണ് കാപ്പ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതിനും മറ്റു ചില രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്. അടിസ്ഥാനപരമായിട്ട് വട്ടിയൂർക്കാവ് പോലീസ് തന്നോട് വിരോധം വെച്ചിട്ട്, വ്യക്തിപരമായ വിരോധം വെച്ചാണ് പെരുമാറുന്നതെന്ന് ആർ സുഗതൻ കോടതിയെ അറിയിക്കുകയും കോടതി അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. വട്ടിയൂർക്കാവ് പോലീസിന് രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് നാം കണ്ടതാണ്. അത്തരത്തിലാണ് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.